ഒരിക്കൽ പരീശന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് യേശു കർത്താവിനെ കാണുവാൻ കർത്താവിന്റെ അടുക്കൽ ചേർന്നു. യേശു കർത്താവിനോട് പല കാര്യം പ്രമാണി സംസാരിച്ചു. അപ്പോൾ നിക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിട്ടല്ലാതെ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. നിക്കോദിമോസ് വളരെയധികം അതിശയിച്ചു പോയി. കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്തിനൊരു പ്രത്യേകത ഉണ്ട്, അതെപ്പോഴും കംഫർട്ട് സോൺ മാത്രമാണ് അന്വേഷിക്കുന്നത്. ജഡത്തിന് കഷ്ടം സഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്, വേദന സഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഒന്ന് എടുത്തു വെച്ച് അക്കമിട്ട് നോക്കിയാൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ നോക്കിക്കേ, കർത്താവേ എൻ്റെ കഷ്ടത്തെ മാറ്റണമേ, എൻ്റെ വേദനകളെ മാറ്റണമേ, എൻ്റെ നിരാശകളെ മാറ്റണം. അക്കമിട്ട് നമ്മൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ അധികം കാണുന്നത് ജഡപ്രകാരമുള്ള നമ്മുടെ ആവശ്യങ്ങളെയാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ആത്മാവിനാൽ ജനിച്ചവൻ അവൻ കാറ്റ് പോലെയാവും. കാറ്റിനൊരു പ്രത്യേകതയുണ്ട്, അതിനെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കാറ്റ് എവിടേക്ക് പോകുന്നതെന്ന് അറിയത്തില്ല, എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല. ആത്മാവിനാൽ ജനിച്ചവർ ഇങ്ങനെയുള്ളവരാണ്. ദൈവം ഇടപെടുന്നവർ, അവരുടെ ജീവിതം ഈ ലോകപ്രകാരം അവർക്ക് എന്താണ് ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ളത് ഒന്നും ഒരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നു, ആത്മാവ് ജനിച്ചവർക്കൊരു ഉറപ്പുണ്ട്, അവർക്ക് നിത്യത ഉറപ്പുണ്ട്, അവർക്ക് ദൈവരാജ്യം ഉറപ്പുണ്ട് എന്നുള്ളതാണ്. ആത്മാവ് ജനിച്ചവർക്ക് വേണ്ടി കർത്താവ് ഇടപെടുന്ന, ഒരുപക്ഷെ നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ആത്മാവിനാൽ ജനിച്ചവരാണ്. കർത്താവ് പറയുന്നു, അവൻ നല്ലവരുടെ മേലും ദുഷ്ടന്മാരുടെ മേലും മഴ പെയ്യും. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ടോ അതൊക്കെ ദൈവം കോമൺ ആയിട്ട് എല്ലാ മനുഷ്യർക്കും കർത്താവ് കൊടുക്കും. പക്ഷെ അതല്ല ഒരു ദൈവ പൈതലാണ് എന്നതിൻ്റെ തെളിവ്. കഷ്ടതയിലാണോ, പ്രയാസത്തിലാണോ, ദുഃഖത്തിലാണോ, ആത്മാവിനെ അനുസരിക്കാൻ, ആത്മാവ് പറയുന്നത് പോലെ എൻ്റെ കാൽച്ചുവടുകൾ വെക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. നമ്മൾ കറക്റ്റ് പാതയിലാണ്. എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു കർത്താവ് കടന്നുപോയ അതേ പാതയിലൂടെയാണോ നീ കടന്നു പോകുന്നത്? യേശു കർത്താവ് ഒറ്റപ്പെട്ടിട്ടുണ്ടോ? നീയും ഒറ്റപ്പെടും. യേശു കർത്താവ് വേദന സഹിച്ചിട്ടുണ്ടോ? നീയും വേദന സഹിക്കും. യേശു കർത്താവ് നിരാശയിലൂടെ പോയിട്ടുണ്ടോ? കണ്ണുനീരിലൂടെ പോയിട്ടുണ്ടോ? ദുഃഖത്തിൽ പോയിട്ടുണ്ടോ? വിശപ്പ് സഹിച്ചിട്ടുണ്ടോ? ദാഹം സഹിച്ചിട്ടുണ്ടോ? അതെല്ലാം നിന്റെ ജീവിതത്തിലും ഉണ്ടാവും. പക്ഷേ യേശു കർത്താവ് ഉയർത്തിട്ടുണ്ടെങ്കിൽ നീയും ഉയർക്കും. യേശു കർത്താവ് തേജസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീയും തേജസ്കരിക്കപ്പെട്ടു. ധൈര്യമായിരിക്കുക. ജീവിതത്തിലെ സാഹചര്യങ്ങളെയും പ്രയാസങ്ങളെയും ഓർത്തൊന്നും ഭാരപ്പെടരുത്. കർത്താവ് കടന്നുപോയി അതേ വഴിയിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ ശബ്ദം കേൾപ്പാൻ കഴിയുന്നുണ്ടോ? ദൈവത്തിന് മഹത്വം കരയേറ്റുക.